ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മി ലക്ഷ്മി. അപ്പോൾ ഇന്ന് ഞാനൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്, ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക്. ഇത് ആക്ച്വലി ഞാനൊരു വിഷുവിന് മുമ്പ് എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്, നമ്മുടെ വിഷു സ്പെഷ്യലായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോൾ ഇടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ലാഗ് അടിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞാൻ പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മേബലിന്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൈമറാണ്. നമുക്ക് ഒരു ചെറുതായിട്ടൊരു ബ്ലറിങ് എഫക്റ്റ് ഒക്കെ കിട്ടും. അത്യാവശ്യം ഒരു സ്മൂത്ത് സർഫേസ് ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തത് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഇത് ആക്ച്വലി നമ്മൾ ഒത്തിരി ഓയിലി ആയിട്ടുള്ളവരൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. ഞാനൊരു കോമ്പിനേഷൻ ടൈപ്പ് സ്കിൻ ടൈപ്പ് ഉള്ള ഒരാളാണ്. എങ്കിലും ഞാൻ ഈ ഒരു സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങളത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. ഞാൻ യൂസ് ചെയ്തത് റോസ് ഗോൾഡ് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക്സും ഞാൻ നമ്മുടെ ലിങ്ക് ട്രീയിൽ കൊടുത്തേക്കാം, നമ്മുടെ ബയോയിലെ ലിങ്ക് ട്രീയിൽ കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ കൺസീലറാണ്. കൺസീലർ വന്നിട്ട് Forever 52ന്റെ കൺസീലറാണ്. അടിപൊളി കൺസീലറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൺസീലറാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അധികം ക്രീസിങ് ഒന്നും വരാറില്ല. പിന്നെ ഭയങ്കര ഒരു നാച്ചുറൽ ഫിനിഷ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൺസീലറാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് സിസ് ബ്യൂട്ടിയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിന്റെ പ്രൈസ് വളരെ കുറവാണെങ്കിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, കാരണം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അടിപൊളിയാണ്. ഒരു കൈൻഡ് ഓഫ് ഒരു ഡ്യൂയി ഫിനിഷ് ആണ് ഇതിന് കിട്ടുന്നത്. മാറ്റിന്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വാങ്ങിയത് ഡ്യൂയി ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോ അത് ഞാൻ എന്റെ ഫേസിൽ അടിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യണം. അപ്പൊ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഭയങ്കര ഒരു സ്മൂത്ത് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്തു നോക്കുക. ഇതൊരു ഹാക്കാണ്. ദെൻ ഞാൻ എന്റെ കണ്ണിന്റെ ലിഡിലും കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ആക്ച്വലി ചെയ്യേണ്ടത് നമ്മുടെ ഒരു പൗഡർ കൊണ്ട്, അതായത് നമ്മുടെ കോമ്പാക്റ്റോ ലൂസ് പൗഡറോ കൊണ്ട് നമ്മുടെ കണ്ണിന്റെ ഈ കൺസീലർ സെറ്റ് ചെയ്യായിരുന്നു വേണ്ടത്, അതായത് കണ്ണിന്റെ ലിഡിലുള്ള. പക്ഷെ ഞാനത് ചെയ്തില്ല, വിട്ടുപോയി. ഞാൻ ഐഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ഓർത്തത്. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അപ്പോ കൺസീലർ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മളൊരു പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യുക. അൺഡ്രൈ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കണ്ണിന്റെ ലിഡില് സെറ്റ് ചെയ്തതിനു ശേഷം ഐഷാഡോസ് അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ ഫിനിഷിംഗ് കിട്ടും, കുറച്ചുകൂടെ നല്ല രീതിക്ക് ബ്ലെൻഡ് ആവും, കുറച്ചുകൂടെ ഒരു പാച്ച്നെസ് വരത്തില്ല. അപ്പൊ അത് നോക്കുക കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു പാച്ച്നെസ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്, അപ്പൊ അത് നിങ്ങൾ ചെയ്യരുത്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഐഷാഡോ എന്ന് പറഞ്ഞാല് നമ്മുടെ Forever 52ന്റെ ഐഷാഡോ പാലറ്റ് ആണ്. അപ്പോൾ അതിലൊരു യെല്ലോ ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്. എന്റെ ഒരു ടോപ്പ് വന്നിട്ട് ഒരു കിളിപ്പച്ച കളറിൽ ഒരു നല്ലൊരു ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു യെല്ലോഷ് ഒക്കെ കൊടുക്കാന്ന്. അപ്പൊ ഞാൻ ആദ്യം യെല്ലോ അപ്ലൈ ചെയ്ത് നമ്മൾ ബേസ് ഒന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ബ്രൗൺ കൊണ്ട് വീണ്ടും ഒരു ബേസ് കൊടുക്കാണ്. ബ്രൗണും ഭയങ്കര പിഗ്മെന്റഡ് അല്ല, ഒത്തിരി എടുത്താലേ ഭയങ്കര പിഗ്മെന്റേഷൻ ആയിട്ട് തോന്നത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം യെല്ലോ അപ്ലൈ ചെയ്തതിനു ശേഷം എനിക്കൊരു ട്രാൻസിഷൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതിന് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, അപ്പൊ നോക്കിയാൽ മതി. അതിനുശേഷം ഞാൻ നമ്മുടെ Forever 52ലെ പാലറ്റിൽ ഒരു ഷിമ്മർ ഷെയ്ഡ് ആദ്യം എന്റെ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കുറച്ചുകൂടെ ബ്രൈറ്റ് ഒരു യെല്ലോ ഒരു ഗോൾഡ് കളർ ഷെയ്ഡാണ്. ഗോൾഡ് അല്ല, ഒരു കോപ്പർ കളർ ഷിമ്മറാണ്. അപ്പം അത് യൂസ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം ഒരു ഗോൾഡ് കളർ വരുന്ന ഒരു യെല്ലോയിഷ് ഗോൾഡ് കളർ വരുന്ന ഷിമ്മറും കൂടെ അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു രണ്ടിന്റെയും ഒരു മിക്സ് കിട്ടും. ഭയങ്കര ഓവറായി പോകത്തില്ല, ഭയങ്കര മിക്സ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. അതായത് നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ബേസ് ചെയ്താൽ അടിയിൽ ഈ നമ്മുടെ ഷിമ്മേഴ്സ് വീഴുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗി കിട്ടും. സോ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ പൊതുവേ ചെയ്യാറ് ബ്ലാക്ക്. ഇപ്പോൾ ട്രഡീഷണൽ ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണെഴുതാത്ത ഒരു പരിപാടിയില്ല. അപ്പോൾ എനിക്ക് പൊതുവേ ബ്ലാക്ക് ഐഷാഡോ അല്ലെങ്കിൽ ബ്ലാക്ക് ഐലൈനറൊക്കെ ഇടുന്നത് എനിക്ക് ഇഷ്ടമില്ല അത്രയ്ക്കും. അപ്പൊ ഞാൻ ചെയ്തത് ഒരു ഗ്രീനിഷ് വരുന്ന ഒരു എന്ന് വെച്ചാൽ ഒരു ഗ്രേ പോലെ ഇരിക്കും, ഒരു ഡാർക്ക് ഗ്രീനിൽ വന്നിട്ട് ഒരു കളർ ഐഷാഡോ ആണ് ഞാൻ ഐലൈനർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഒരു സ്കിൻ ടോണിന് ഭയങ്കരമായിട്ട് മാച്ച് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത് കൊടുത്ത് ഞാൻ കണ്ണൊക്കെ വാലിട്ട് എഴുതി, മസ്കാര ഇട്ടു, പിന്നെ ഐലാഷസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാത്തത്, എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്നത് കൊണ്ടാണ് കാണിക്കാത്തത്. സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഐബ്രോസ് ചെയ്യുന്നതെന്ന്. ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ.
അപ്പോൾ അതിനുശേഷം ഞാൻ Forever 52 തന്നെ ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു പീച്ച് കളർ ബ്ലഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബെയർ സ്കിന്നിൽ ഇടാനും ഭയങ്കര ലുക്കാണ്. നമുക്ക് ഭയങ്കര ഒരു എന്താണ്, നമ്മൾ ശരിക്കും ബ്ലഷ് ചെയ്യുന്ന പോലെ തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ ചീക്കിലും നോസിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. കുറച്ച് ചിന്നിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ആക്ച്വലി ഇത് ലിപ്സ്റ്റിക്ക് ഏത് ഷെയ്ഡാണ് ഇടുന്നതെന്ന് കാണിക്കാനായിട്ട് വിട്ടുപോയി. ഇത് Forever 52 പാലറ്റിലെ ഷെയ്ഡാണ്. ഞാൻ അത് സെപ്പറേറ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സെപ്പറേറ്റ് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനൊരു ഒരു ന്യൂഡ് കളർ ലിപ്പൊക്കെയാണ് കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കുട്ടി പൊട്ട് വെച്ചു. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്കൊക്കെ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ അയച്ചിട്ടു. ഞാൻ കെട്ടാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ആലോചിച്ചത് കമ്മലിട്ടില്ല എന്ന്. അങ്ങനെ ഒരു പിങ്ക് കളർ, ഒരു സിൽവർ കളർ ഒരു കമ്മലിട്ട് കൊടുത്തു. പിന്നെ മുടിയൊക്കെ കെട്ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ പറയണം കേട്ടോ. ഭയങ്കര ഒരു ട്രഡീഷണൽ ലുക്കാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് പോകണമെങ്കിൽ ചെയ്യാം. ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു സട്ടിൽ ലുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിനായാലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് എവിടെ വേണമെങ്കിലും പോവാം. നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിൽ കുറച്ച് ഇപ്പൊ ഒരു ബോൾഡ് ലിപ്പൊക്കെ കൊടുത്താലും വേറെ ഡ്രസ്സിന്റെ കൂടെ ഇടാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ പറയാ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.